ബാബ രാംദേവിന്റെ വിശ്വസ്തനും വിവാദ പുരുഷനുമായ ആചാര്യ ബാലകൃഷ്ണ ലക്ഷദ്വീപിൽ സർക്കാർ ചെലവിൽ സന്ദർശനം നടത്തിയത് വിവാദമാകുന്നു. സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നതിനായി ഇവർ പ്രസിദ്ധീകരിച്ച വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ ലക്ഷദ്വീപ് ഭരണകൂടത്തെക്കൊണ്ട് വാങ്ങിപ്പിച്ച് ലക്ഷങ്ങൾ ഈടാക്കുകയും ചെയ്തു. മതേതരത്വത്തെ എതിർക്കുന്ന പരാമർശങ്ങളുള്ള പുസ്തകങ്ങൾ ലക്ഷദ്വീപ് ജനതയുടെ എതിർപ്പിനെ തുടർന്ന് വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കുകയായിരുന്നു. 2010 ജൂണിലാണ് സർക്കാർ അതിഥിയായി ബാലകൃഷ്ണ ലക്ഷദ്വീപിലെത്തിയത്. യോഗാചാര്യൻ എന്ന പരിഗണനയിൽ ബാലകൃഷ്ണയുടെ സ്വീകരണങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങളാണ് ദ്വീപ് ഭരണകൂടം ചെലവഴിച്ചത്. ഹെലികോപ്റ്ററിലായിരുന്നു ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്കുള്ള ആചാര്യയുടെ യാത്ര. ഏതാണ്ട് എല്ലാ ദ്വീപുകളിലും തന്നെ ഇയാളെത്തി. അന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന JK ദാദുവിനെ സ്വാധീനിച്ചായിരുന്നു ബാലകൃഷ്ണയുടെ സർക്കാർ വക കറക്കം. വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് 10 ലക്ഷത്തോളം രൂപയും ബാലകൃഷ്ണ തട്ടിയെടുത്തു. മതേതരത്വത്തെ എതിർക്കുന്ന പരാമർശങ്ങളുള്ള പുസ്തകങ്ങൾ ദ്വീപ് നിവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കുകയായിരുന്നുവെന്ന് അഡ്മിനിസ്ട്രേഷന്റെ മുൻ ലീഗൽ അഡ്വൈസറായിരുന്ന അഡ്വക്കേറ്റ് തങ്ങൾ കോയ പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ യോഗ പഠിപ്പിക്കാൻ അതിനുവേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ ഹി വാസ് വൺ ഓഫ് ദ ടോപ്പ് യോഗാമാൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതിന് ശേഷം അവിടെ pamphlets was given public, in which the very basic of our constitution has been challenged. Secularism has been challenged. സർക്കാർ ചെലവിലെ ആചാര്യയുടെ വിലസലിനെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ലക്ഷദ്വീപ് ജനത പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ബാലകൃഷ്ണയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് ഈ സംഭവങ്ങളിൽ മൗനം പാലിക്കുകയാണ്. വിപിൻ ചന്ദ്, കൊച്ചി, ഇന്ത്യ വിഷൻ.